ഈ ഒരു ഉസ്താദ് എന്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചത്, അതിൻ്റെ റീസണും കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് ചില ചെറുപ്പക്കാരും അതേപോലെ ചില ആൾക്കാരും ഒക്കെ വോയിസ് മുഖേനയും അതേപോലെ വീഡിയോ മുഖേനയും ഇപ്പോൾ ഇതിൻ്റെ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു വിഷയം കൂടിയാണ്. മാത്രമല്ല ആ ഉസ്താദ് അതുപോലെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും കൂടി എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായിട്ടും അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. അതായത് 30-ാം തീയതി സുബഹി നേരം മുതൽ ഒരു ഉസ്താദിനെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് മാലിക് എന്നായിരുന്നു. ആ ഉസ്താദ് സുബഹി മുതൽ ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാലത്തിൻ്റെ അടുത്ത് ഒരു ബൈക്ക് ഇങ്ങനെ കിടക്കുകയാണ്. സോ അങ്ങനെ അവർ അന്വേഷിച്ചു. അതിനുശേഷം അവർക്ക് കിട്ടിയ വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടതായ മൃതശരീരം ആ ഒരു താഴെയുള്ളതായ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് അവരത് കൊണ്ടുവരുന്നുള്ളത്. വിഷയം കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു എന്ന് ഉറപ്പായതിന് ശേഷമുള്ള ചില വോയിസ് ക്ലിപ്പുകൾ, അദ്ദേഹം സംസാരിക്കുന്നതായ ഓഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ പുറത്തു വരികയുണ്ടായിരുന്നു. അതിൽ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതായത് ഏകദേശം ആ വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ലക്ഷം രൂപയാണ് അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. അതിനുശേഷം 2018 ആ ഒരു ലോൺ എടുത്തത്. അതും കൂടി ശ്രദ്ധിക്കുക. 2018 ലോൺ എടുത്തതിന് ശേഷം 2026 കഴിഞ്ഞ മാസം 6-ാം തീയതി എന്തോ അവിടെ ബാങ്കിൽ പോയി ചോദിക്കുന്ന സമയത്ത് അവിടെ പെൻഡിങ്ങിലിരിക്കുന്ന എമൗണ്ട് 6,80,000 ചില്ലറ രൂപയാണ് ഇനിയും കൊടുക്കാനിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ആ 6 ലക്ഷം രൂപ 2018 അദ്ദേഹം മേടിച്ചത്. അതിനുശേഷം 2026 ഈ ഒരു കഴിഞ്ഞ മാസം അദ്ദേഹം കൊടുക്കാനിരിക്കുന്ന മൊത്തമായിട്ടുള്ള ടോട്ടലായിട്ടുള്ള തുക 6,80,000 രൂപ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഈ 18, 19, 20, 21, 22, 23, 24, 25, 26 ഈ 8 വർഷം കെട്ടിയ രൂപ ഇൻട്രസ്റ്റിന് മാത്രമായിട്ട് പോയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഇത്തരത്തിൽ വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം അത്തരത്തിലുള്ള കാര്യം ചെയ്തത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ വാസ്തവം എന്താണെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ 11,000 രൂപ സാലറി വെച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിഷമത്തോടു കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായിട്ടും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും പരിഹാരമല്ല എന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് ഉണർത്താനുള്ളത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് ആരും കടക്കാൻ പാടില്ല. ഓക്കെ, മരണം അതിനൊരു സൊല്യൂഷൻ അല്ല. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്ത് നേരിട്ട് അല്ലെങ്കിൽ സഹായ സംഘത്തിന് ഇതിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അവരതിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉസ്താദന്മാർ എല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഉസ്താദന്മാർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നാണ്. അവരൊക്കെ ബിസിനസ് ഫീൽഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും മികച്ച ടോപ്പിലേക്ക് തന്നെ എത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എത്രയോ ഉസ്താദന്മാരൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോസ് മുഖേനൊക്കെ കാണുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ ഹൈ ലെവൽ ഉണ്ടായിട്ട് പോലും അവർ അതിൽ നിന്ന് മാറി നിന്ന് ഈ ഒരു ഉസ്താദ് എന്ന ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതും അള്ളാഹുവിൻ്റെ സേവനം അല്ലെങ്കിൽ ദീനിൻ്റെ സേവനം എന്ന രീതിയിൽ പള്ളിയുമായിട്ട് അവർ അടുപ്പം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരിപ്പോൾ പള്ളിയിലൊക്കെ ഉസ്താദന്മാരായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സാലറി എന്ന രീതിയിൽ 11,000, 12,000 കൂടിപ്പോയാൽ 15, 17, 20 ഉള്ളിലാണ് അവർക്ക് സാലറി ലഭിക്കുന്നത്. ഇതുകൊണ്ട് അവർക്ക് എന്താണ്, അവരുടെ വീട് നോക്കണോ അല്ലെങ്കിൽ വീട് കെട്ടണോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണോ, അവർക്ക് ആഗ്രഹങ്ങളില്ലേ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ ഉസ്താദിൻ്റെ വിഷയത്തിലും നടന്നത് അത് തന്നെയാണ്. ലത്തീഫ് ഉസ്താദിൻ്റെ വിഷയത്തിലും നടന്നത് ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ കമ്മിറ്റി ഭാരവാഹികൾ ഇതിനെ ഒന്ന് പരിഗണിച്ച് ആ ഉസ്താദന്മാർക്ക് എന്താണ് വേണ്ടത്, ആ ഒരു കാര്യം നിങ്ങളിൽ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ടെങ്കിലും ഇതൊന്ന് ചെയ്തെടുപ്പിക്കണം എന്നാണ്. എനിക്ക് ഈ ഒരു ഇന്നലെ മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വോയിസുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിന് വിഷയത്തിൽ ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് അദ്ദേഹം ഇട്ട ഒരു വോയിസ് ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഏകദേശം 4 മിനിറ്റോളമുള്ള വോയിസാണ്. നിങ്ങൾ കേട്ടിരിക്കേണ്ടത് വോയിസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ തുറന്ന് ഒരാളത്ത് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് കേട്ട് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൻസൂറാത്തല്ലേ
మంచి నాన్న అసలు వస్తుంది కొంత అయితే പിന്നെന്ത് മറ്റു നാണൊരു ഭാര്യ ഒരു കുടുക്കിൽ കുടുങ്ങിനെ നൻ്റെ ನಾನು ಅಗ കിട്ടുമ്പോഴത്തേക്ക് നിവൃത്തിയില്ലാണ്ട് ನಾನು ലോൺ എടുത്തിട്ട് ചെന്നീங்க ആകെ പാതിൽ ബാക്കി ആളോട് ചൊല്ലി അമ്മ சொன்னாரு എനിക്ക് ലോൺ കിട്ടാൻ അവർക്ക് ജാഗ്രത എന്താവില്ല നിങ്ങൾ ലോൺ എടുക്കുന്നു അങ്ങനെ ബാങ്ക് മയത്തിൽ ഒഴിവാട്ട് വേണ്ട ചൊല്ലിട്ട് എൻ്റെ മനസ്സിൽ ഇತ್ತು പിന്നെ ചൊല്ലുമ്പോഴത്തേക്കില്ല അവർക്ക് ആകെ അവിടെ ആവട്ട് പിന്നെ ആ കಡೆ പാചകം തങ്ങളെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ പഴയ പൂള കയ്യിൽ പഴയ അവത്തുള്ളൂ ಏನು ಅದರ ರಿಪೇರಿ ಆಗಡೆ വേണ്ട ചൊല്ലിട്ടെല്ലാം പുതിയത് കെട്ടിയിട്ട് അത് ನಾನು ലോൺ എടുത്തത് വലിയ എന്താണ് അപ്പോൾ ನಾನು കെട്ടിയിട്ട് ലോൺ ഉപ്പായിക്കിട്ട് അതിൽ ഒരു വലിയ ഒരു ബാങ്കുമായിട്ടുള്ള ഒഴിവാട്ടുള്ള വിഷയത്തിൽ കൊണ്ടാവും ഇപ്പോൾ 6 ലക്ഷം രൂപ ನಾನು എടുത്തില്ല ബാങ്കിൽ 6 ലക്ഷം രൂപ എന്ത് ലോൺ എടുത്തില്ല അതിപ്പോൾ 2018 മേൽ എടുത്ത ലോൺ 6 ലക്ഷം രൂപ ನಾನು എൻ്റെ ബാങ്ക് പോയിട്ട് അതിലൊന്ന് നോക്കാം എന്തായിട്ട് ലോണിൻ്റെത് നിങ്ങൾ ലോൺ കിട്ടാനുണ്ടല്ലേ അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ലോണിൻ്റെ ನಾನು എടുത്ത പൈസമേ അവിടെ ഇതായിട്ടില്ല ഞാൻ കെട്ടിടത് എല്ലാം ഇൻട്രസ്റ്റിಗೆ പോയിട്ടില്ല എന്നിട്ട് ഇപ്പോൾ 6 താരീഖുണ്ട് എൻ്റെ തോളം ಏನು ನಾನು ಏನೋ ಕೆಟ್ಟದವರು ಇದ್ರದ್ದು ಕೆಟ್ಟಿದ್ದು ಆಯ್ತಲ್ಲೇ ಏನೋ ನಾನು ಇಂಡು എന്നൊക്കെ അവിടെ ക്ലോസ് ആക്കിയെങ്കിൽ ബാങ്കിലത് ಏನೋ ನಾನು ഇതാക്കണം വൈകിട്ട് തിട്ടിട്ട് 6,83,000 രൂപ 83,418 രൂപ ನಾನು ಪ್ರತಿ ഇങ്ങനെ കേട്ടെ എത്ര ഉണ്ട് ನಾನು അതിൽ ക്ലോസ് ആക്കിടേക്ക അല്ലെങ്കിൽ ഉണ്ട് ഇനി എത്ര കിട്ടും ഇങ്ങനെ കിട്ടും ചൊന്തു അപ്പോൾ മാനേജർ അങ്ങനെ ചൊന്തു 6,00,000 അതെ ഇതായിപ്പോൾ ചെന്നൈ 6,83,418 രൂപ ಏನೋ నాకు എന്താക്കണം കിട്ടുന്നുണ്ട് അത് ഉണ്ടാകണേ അത് 30 വർഷത്തേതൂടെ 300 തിങ്കൾ അങ്ങനെ ഞാനിപ്പോൾ വായിസ് നിൽക്കിയുടെ കാരണം നൻ്റെ ഈ ലോണിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരാൾ നിൻ്റെ ക്യാരഫുൾ ചെന്നെങ്കിൽ ನಾನು ഇതാക്കട്ടെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ബാങ്കിലൊന്നും എൻ്റെ ഒന്നും ബച്ചവാക്കിയില്ലെങ്കിൽ ನಾನು ಡಾಕ್ಯುಮೆಂಟ್ಸ್ എൻ്റെ ಎಲ್ಲ അങ്ങനെ കയ്യിൽ കളിച്ച് കൊടുത്തിട്ട് തിങ്ങൾക്ക് ನಾನು ഒരു എമൗണ്ട് ആക്കും എൻ്റെ ശമ്പളം എനിക്ക് കുന്നുണ്ടല്ലോ സ്ഥാപനങ്ങളുടെ ശമ്പളം പോകുന്ന ശമ്പളം അതിലെടുക്കാൻ ചിലർ 20 തിങ്കൾ കൊണ്ട് അതെല്ലാം എന്നൊക്കെ എനിക്കിപ്പോൾ കുറേ ടൈം കിട്ടിയിട്ട് കുറവല്ലേ അങ്ങനെ ನಾನು എൻ്റെ ഇത് ബാങ്കിൽ നിന്ന് എൻ്റെ ബച്ചവാക്കിയിട്ട് പിന്നെ അതിന് ನಾನು തിങ്ങൾക്ക് ഇത്ര എനിക്ക് ചില ആൾമാർ കാസ് നിങ്ങളെല്ലാം അങ്ങനെ കുറേ ഹെൽപ്പ് കാണാൻ ನಾನು മുന്നുള്ള എന്നൊക്കെ കിസ്സാണ് അങ്ങനെ വന്നിട്ട് എല്ലാവർക്കും ഹെൽപ്പാക്കിയ ആൾമാർ രഹസ്യമായിട്ടും എല്ലാ നിലക്കും ഉപകാരമാക്കണല്ലേ അപ്പോൾ നിൽക്കും വായിച്ചിട്ട് ഒരു മനസ്സായിട്ട് ಇದಕ್ಕೆ ಎಂತ ಸೊಲ್ಯೂಷನ್ ಚೊಲ್ಲೆ ರಿಪ್ಲೈ ನಾನು ಒಳ್ಳೆ ಆಕಾಂಕ್ಷೆ ನಾನು ಕಾತೊಟ್ಟಿಲ್ಲ ನಾನು ಎಲ್ಲ ಬಚಾವಣೆ ನಾನು ಹೆಂಗನ ಅದು ರೂಟ್ ನಾನು பிடிக்கணும் சோர்த்தி எல்லாம் கூடிட்டு நான் இதாக்கட்டு எங்களை திங்கள் நான் சொல்லிட்டு சோர்த்தி அதில் கூடிட்டு நான் இதாக்கட்டு ஃபுல்லாக காத்தேன் ഇത് ನಾನು నాకు ఎదురవు ఎప్పుడేమో నాకు లక్ష్యాన్ని ఎవరికి ఆయన తీరియప్ప చొంతొల్లాను అంటే ഇതിൽ ബച്ചവാക്ക് ഏതെങ്കിലും ഒറ്റ ഉണ്ടാകും അങ്ങനെ ഒന്നാണ് മെസ്സേജ് ഇട്ട് മറ്റു കണ്ടല്ലോ. ഈ ഒരു വോയിസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദന്മാർ ഇനിയിപ്പോൾ ഈ പള്ളിയിൽ ജോലിക്ക് കയറി അതിനുശേഷം ഫ്രീ ഉള്ള സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു പോയാലോ ഇതൊക്കെ കമ്മിറ്റിക്കാർക്ക് വളരെ പ്രശ്നമാണ്. അവരൊരു പാൻറ് ഇട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലോ അതും അവർക്ക് പ്രശ്നമാണ്. പള്ളിയിൽ നിന്ന് പുറത്താക്കുക ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അല്പം ചോറ് തിന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുപോലെയുള്ള കമ്മിറ്റിക്കാർ അവർക്കാണ് ഞാൻ പറയുന്നത്. അതുപോലെയുള്ള കമ്മിറ്റിക്കാരാണെങ്കിൽ ചിന്തിച്ചാൽ മതി. ഒരു ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിലേക്കൊരു വസ്തു വാങ്ങണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഉസ്താദിന് കൊടുക്കുന്നതിനുള്ള സാലറി എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വോയിസ് ഉണ്ട്, ഞാൻ അത് കേൾപ്പിച്ചു തരാം. അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാം, ഒരു പാനിപ്പൂരി വിൽക്കുന്ന ആൾ ഒരു ദിവസത്തിൽ 1000-ന് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാലറി എങ്കിൽ പോലും ഈ ഉസ്താദന്മാർക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. വെറുതെ ഇല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉസ്താദന്മാർ പാൻറ് ഷർട്ട് ഇട്ടിട്ട് അവിടെ മറ്റെന്തെങ്കിലും ഇത് പഠിക്കാൻ പോകുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെയുള്ള ഇതൊക്കെ ധാരാളമായിട്ട് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഉസ്താദന്മാരുടെ ഫീൽഡിൽ കുറേ ആൾക്കാരെ പുറത്ത് ആക്കിയിട്ടുണ്ട്, പള്ളിയിൽ നിന്ന്, ജോലിയിൽ നിന്ന്. ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ദയവ് ചെയ്ത് അവർക്ക് ഒന്നുമില്ല, അവർ
വെറുതെ ഇല്ലാതെ ഈ ഇൽമ പഠിച്ച് ഈ പള്ളിയിലേക്ക് കയറിയിട്ട് വരുന്നതല്ല അവർ വെറും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി മാത്രമായിട്ടാണ്. എന്നാൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഈ ഒരു ജനറേഷനിൽ നല്ലോണം പണം ഇല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ മറ്റുള്ള ജോലിയിലേക്ക് പോകാൻ വിടുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങളും അവർക്ക് വേണ്ടതായ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവരുടെ സാലറിയിൽ നിന്ന് കുറച്ച് അധികമാക്കി കൊടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കമ്മിറ്റി ഭാരവാഹികളോട് പറയാനുമുള്ളത്. മറ്റൊരു വോയിസും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ನಾನಿಪ್ಪ ಅವರ ಕಾಲೇಜ್ ಸ್ಟೇಷನ್ ಇಲ್ಲ ಇದಲ್ಲ ಇದು ಮುಂಜಾನೆ ലുക്മാൻ നക്ക് ഉസ്താദിന്റെ മരണ അത് ഉസ്താദിന്റെ പേഴ്സണൽ ബട്ട് ഈ വിഷയത്തിൽ രണ്ട് വിഭാഗ റിയൽ ആയിട്ട് ഈ സമൂഹത്തെ കട്ടകട്ടൽ നിൽക്കണായി വന്നു. രണ്ട് വിഭാഗം. ഒന്ന് ഫൈനാൻസ് ರಂಗ നോക്കൂ 18 എടുത്ത് ഹൗസ് ലോൺ ഇനി അതിലെടുത്ത് അസല് 6 lakh ബട്ട് ഇപ്പൊ ഇത്ര വർഷം കെട്ടിട്ടും ഇത് 26 ഇത്ര വർഷം കെട്ടിട്ടും അങ്ങ് 6,80,000 ഇനിയും ಕೆಟ್ಟಗೊಂಡು ಚೊಲ್ಲಾರ. ಒಂದದು ಇನ್ನೊಂದು ವಿಭಾಗ ಇಟ್ಟಿಕ್ಕಡು ನಂಗೆ ಎಲ್ಲ ಆಡಳಿತ ಕಮಿಟಿಗೆ ನೋಕರು ಹೌಸ್ ಚೊಲ್ಟು ನೋಕರು 11,000 ಸಂಬಳ ಇಲ್ಲ. ನೀವು ಜಸ್ಟ್ ಒಂದು ಕೌಂಟ್ ಹಾಕೋರು 11,000 ಸಂಬಳ ಚೊನ್ನೆಂಗೆ 360 365 ಸಂಬಳ. ஒரு பானிபுரி விற்கிறனுக்கும் பானிபுரி விற்கிறவங்க 1,50,000 ஜனராயிரம் ப்ராஃபிட் ஆகுது. பானிபுரி விற்கிறாங்க, மேஸ்திரி பண்ணி ஆக்குறாங்க எத்தனை 1,200 பொருட்டி பண்ணல. இப்போ ஒரு ரேட் நோக்கு ஒரு லிட்டர் ஃபியூலுக்கு 110 இருக்குண்டு கேட்டேன்னு சொல்றாரு உற்சாக அதுல ಬರ್ಕತ್ತುಂಡು. அப்போ ಬಾಕಿಂದಂಗಲ್ದು ನಾನು ಇದೊರು ಅನ್ನೋ ಸಮೂಹತ್ತಿಗೆ ஒரு ಪ್ರಶ್ನೆ ಅಂದ್ರೆ சொன்னீங்க നോക്കൂ. ഇപ്പൊ ഇനി പഠിച്ചിട്ട് പാസ്സായിട്ട് ഉസ്താദ്മാർ എന്തമാ ഒരു വേറെ ഡ്യൂട്ടിക്ക് പോകുന്നു ചെന്നിട്ട് പാൻസെറ്റ് ഇട്ടാറുണ്ട് കണ്ടെങ്കിൽ അത്രേ ഈ സമൂഹം എത്ര അങ്ങനെ ഒരു ആരോഗ്യ സ്ഥാനത്തിൽ നിപ്പാട്ടുണ്ടെങ്കിൽ എന്തിനാ മാം പഠിച്ചിട്ട് നിങ്ങൾ പാൻസെറ്റ് ഇട്ടാമ എന്തിന് അങ്ങനെ മേലിക്കലാക്ക് എത്ര ഉള്ളത് ഉസ്താദ്മാർ ചെന്നെങ്കിൽ ഗുലാമഗിരി ആക്കണം കണ്ട് വിചാരിച്ചങ്ങുള്ള എത്രമാ ആൾമാർ നോക്കൂ. പെർ ഡേ ഒരു നാളിക്ക് ഈ 2026 പെർ ഡേക്ക് ഒരു ഉസ്താദ്മാരുടെ കമായി 365 രൂപയായിട്ടായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തിങ്ക് ആക്കാം. ഒരു ഇത്തരം ഒരു ബിലോ പോവർട്ടി ലൈൻ താണ്ടി കീഴ് അവർക്ക് കീഴായിട്ടുള്ള അപ്പ ಇದಕ್ಕೆ ಆರು ಉತ್ತರ. ಒಂದು ಸೈಡ್ಲಿ ಫೈನಾನ್ಸ್ ಟಾರ್ಚರ್ ಅದು ಓಕೆ, ಇನ್ನೊಂದು ಸೈಡ್ಲಿ ಇದಕ್ಕೆ ಆರು ಜವಾಬ್ದಾರಿ. ಎಲ್ಲರೂ ತಿಂಕ್ ಹಾಕಂడి ഞങ്ങളെ മക്കളെ കോളേജിൽ സ്കൂളിലെ ഫീസ് എത്ര, ഞങ്ങളെ ഔത്തെ റേഷൻ എത്ര, ಮಂತ್ಲಿ എത്ര റേഷൻ ഇട്ട, EMI എത്ര, ഔത്തെ ರೆಂಟ್ എത്ര, ಇದೆಲ್ಲ ನಮ್ಮೊಂದು ಕ್ಯಾಲ್ಕುಲೇಟ್ ಹಾಕಿ ನೋಡಿ. ಹೆಂಗ 11,000 ರೂಪಾಯಿ ಉಂಟು. 11,000 ರೂಪಾಯಿ ಕತ್ತಿ ಬುಕ್ ಯಾರು ಚೊಲ್ಲಿ ಹಿಂಗ 16,000 ರೂಪಾಯಿ ഭയങ്കര ഹിന്ദുത്വ സമ്പല ಯಾರಾಕೊಂತ ഏതുസ്തമാർ സ്ട്രൈക്ക് ആക്കിട്ടില്ല. ഏതുസ്തമാർ ഞങ്ങൾ സമ്പല തന്നില്ല, ഞങ്ങൾ മക്ക പഠിപ്പാട്ടില്ല ചെന്നില്ല. റായത്തെ പ്രസിഡന്റും പിന്നെ സെക്രട്ടറി എത്രമാ ಗುಲಾಮರ പോലെ ಟ್ರೀಟ್ ಆಗ್ತಾರೆ. ರಾಯತರು ಪ್ರೆಸಿಡೆಂಟು, ರಾಯತರು ಸೆಕ್ರೆಟರಿ, ರಾಯತ ಆಡಳಿತ ಕಮಿಟಿ ಉಸ್ತಾದ್ಮಾರ ಗುಲಾಮರ ಟ್ರೀಟ್ ಆಗ್ತಾರೆ. ಬರ್ಮೆ ಅದೇ ಉಸ್ತಾದ್ ஒரு ಟ್ರಾನ್ಸ್ಫರ್ ಇಟ್ಟಿಟ್ಟು ಎವಡ ಹೆಂಗೆ 10 ಬೇರೆ ಡ್ಯೂಟಿಗೆ ಹೋಯ್ತಂಟ ಹೆಂಗೆ ಈ ಸಮೂಹ ಆ ಉಸ್ತಾದ್ರೆ ಕಾಂಟ ರೂಪಮೇ ಬೇರೆ ನೋಕರ್ಲ ಅವನು ಪಡ್ಚ ತಕ್ಕ ಅವನಿಲ್ಲ ಎಂದ್ರೆ ಚೋಟಾರ. ಇಪ್ಪ ಆರು ಅದಕ್ಕೆ ಜವಾಬ್ದಾರಿ, ಇದಕ್ಕೆ ಆರು ಜವಾಬ್ದಾರಿ. ஒரு உஸ்தாத்மார சம்பள விஷயத்துக்கு எத்தனையோ சொன்னீங்க. ஒரு 15,000 ರೂಪಾಯಿ ಸಂಬಳ ಕೊಡ್ಕೋ ಉಸ್ತಾದ್ಮಾರ ಸಂಬಳ ಕೊಡ್ಕೋಗು. ಅದ್ರ 5 ವರ್ಷ ಎಮರ್ಜೆನ್ಸಿ ಹೋಗಿ ಸಂಬಳ ಕಟ್ಟ ತೆಲ್ಲು ಅಪರಿಪರ ಮಕ್ಕ ಇಂಗಲ ಮಕ್ಕ ಪೈಲ ಉಸ್ತಾದ ಮಾರ ಬೇಪ್ಲೆ ಪಲ್ಲಿ ಹೌದು ತಂದಿಲ್ಲ ಉಸ್ತಾದ್ಮಾರ್ಗ ಪರ್ಚ. ಇದು ಆರು ಇದಕ್ಕೆ ಜವಾಬ್ದಾರಿ. ರಿಯಲಿ ನೀங்க ನೋಡ್ತಾರೆ ಇದಕ್ಕೆ ಆರು ಜವಾಬ್ದಾರಿ. ನಂಗ ಬೇರೆ ಬೇರೆ ಸಮಾಜ ಸೇವೆ ಅದು ಎಂದೆಲ್ಲ ಹಾಕ್ರ. ಬಟ್ ഞങ്ങളെ മക്കൾക്ക് പഠിപ്പാട്ട് ഉസ്താദ്മാരെ ಬಗ್ಗೆ ഞങ്ങൾ ഒരു തെല്ലും അവരായിട്ടില്ല. നോക്കൊരു ഇന്ത്യ ഒരു ഉസ്താദ് നാളെ ഇതേ സിറ്റുവേഷനിൽ എത്രമാ ഉസ്താദ്മാര് അങ്ങനെ സബറും അങ്ങനെ ഒരു ഇസ്സത്തും അങ്ങനെ ഒരു ഈമാനും കാത്തിട്ട് എത്രമാ ಟಾರ್ಚರ್ അനുഭവിച്ചിട്ടിരിക്കുവാറല്ലേ. ಇದಕ್ಕೆ ಆರು ಉತ್ತರ ಚೊಲ್ಲೋಣ. ನಂಗೆ ಪ್ರತಿ ಓರೋಟಂ ಇದಕ್ಕೆ ಉತ್ತರ ಚೊಲ್ಲೋಣ. മദ്രസയിലൊക്കെ നിൽക്കുന്ന ഉസ്താദുമാരുണ്ട്. അവർ ചെയ്യുന്ന സേവനത്തെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. മുദ്രസിന്റെ അടുത്തേക്ക് വരുന്ന ഇത്തരം വലിയ കുട്ടികൾക്ക് ദീനറിയാം, ഖുർആൻ ഓതാൻ അറിയാം, മഖറജുകൾ അറിയാം, അക്ഷരശുദ്ധിയോടുകൂടെ പാരായണം പറ്റും, നോമ്പെടുക്കാനും നിസ്കരിക്കാനും അവർക്ക് പറ്റും. നേരെ വെച്ച് മദ്രസയിലേക്ക് വരുന്ന ഒരു കുട്ടി മുണ്ടഴിഞ്ഞാൽ ഉടുക്കാൻ പറ്റാത്തവനാണ്, മൂക്കൊലിച്ചാൽ അത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തവനാണ്, ഉമ്മയുടെ നേരിൽ മാത്രം ജീവിച്ച് ശീലിച്ചവനാണ്. ആ കുട്ടിയെ നേരത്തെ ഞാൻ പറഞ്ഞ വിധം ഇസ്ലാം പഠിച്ച് സംസ്കാരം പഠിച്ച് വിവാദത്തുകൾ പഠിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുന്ന മദ്രസ ഉസ്താദുമാരാണ്. ശമ്പളമൊക്കെ എത്രയായിരിക്കും? വളരെ തുച്ഛമായിരിക്കും. അവിടെ ലോകത്ത് ഇതുവരെ ഒരു സമരം നടന്നിട്ടില്ല, ഒരു പഠിപ്പുമുടുക്കലും നടന്നിട്ടില്ല.
ഒരുപെട്ട ഏതെങ്കിലും ഒരാളെ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് അനിഷ്ടകരമായി എന്തോന്ന് പ്രവർത്തിച്ചു, അത് കാരണം പിരിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ പള്ളിയുടെ മുന്നിൽ കുത്തിയിരുന്ന് ഗുരവ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തിനു വേണ്ടിയാണത്? ഈ ദീന് നിലനിൽക്കണമെങ്കിൽ വിജ്ഞാനത്തിന്റെ പ്രസരണം നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബാ കിറാമിന്റെ ജീവിതം ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സോ ഇതൊരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് മറന്നു പോവുകയോ അല്ലെങ്കിൽ ഈ വിഷയത്തിന് തുടർന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾ അവസാനിച്ചു പോവുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതിലേക്കൊരു അന്തിമ തീരുമാനം എത്തുന്നത് വരെ ഈ ഒരു വിഷയം ഇങ്ങനെ തന്നെ, ഇന്ന് ഒരു ഉസ്താദാണെങ്കിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എത്ര ഉസ്താദന്മാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. ഈ ഉസ്താദന്മാർ മാത്രമല്ലാതെ മറ്റുള്ള ആൾക്കാരും ഈ ഒരു ഫൈനാൻസ് അല്ലെങ്കിൽ ഈ ഒരു ലോൺ മുഖേന എത്രയോ ആൾക്കാരുടെ ജീവിതം തന്നെ നഷ്ടത്തിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ ജീവിതം തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ടോട്ടലായിട്ട് ഒരു പരിഹാരം കാണുന്നത് ഇത് നിർത്തിവെക്കാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വളരെ ദുഃഖത്തോടു കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിൻ്റെ കുടുംബക്കാർക്ക് അതിനെ താങ്ങാനുള്ള ശേഷി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നതായ സകലമായ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.